ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി മഞ്ഞുമേൽ ബോയ്സ്. മഞ്ഞുമേൽ ബോയ്സ് എന്ന മൂവി ഒറ്റ വാക്കി പറയുകയാണെ, ഇതൊരു ടിപ്പിക്കൽ അഡ്വഞ്ചർ ഡ്രാമ ത്രില്ലർ മൂവിയാണ്. ഈ മൂവി കാണാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു 2006 കാലഘട്ടങ്ങളിൽ നടന്നൊരു ട്രൂ സ്റ്റോറിയെ ബേസ് ആക്കിയുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ഈ 2006 കാലഘട്ടങ്ങളിൽ മഞ്ഞുമേൽ എന്ന എറണാകുളത്തുള്ളൊരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് കുറച്ച് കൂട്ടുകാർ ടൂറിന് പോയി. ആ ടൂറിന് പോയ ടൈമിൽ അവരുടെ കൂടെയുള്ള ഒരാൾ ഒരു ഗുഹയിലെ കുഴിയിൽ അകപ്പെടുകയും അവിടെ നിന്ന് സാഹസികമായിട്ട് കൂട്ടുകാരെല്ലാവരും കൂടി പുള്ളിയെ രക്ഷപ്പെടുത്തുകയും അതിലെ ഒരു വ്യക്തിക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടുക എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രമേയം. അതുകൊണ്ടാണ് ഈ സിനിമ കാണാൻ പോയത്. അതുകൂടാതെ തന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു ഈ സിനിമ അടുത്ത തലത്തിലേക്ക് എത്തിക്കുമെന്ന്. അതും കൂടെ കേട്ടിട്ടാണ് നമ്മൾ കാണാൻ പോയതെന്നുള്ളത്. എന്താണേലും ഒരു എത്തിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വഴിയേ പറയാം. ആദ്യം തന്നെ മൂവിയുടെ പോസിറ്റീവ് സൈഡിലേക്ക് കടക്കാം. ഈ മൂവിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ചിദംബരമാണ്. ഈ ഓൾസോ ഡയറക്ടർ. ഈ മൂവിയുടെ ഡയറക്ടറും പുള്ളി തന്നെയാണ്, സ്ക്രീൻ പ്ലേയും പുള്ളി തന്നെയാണ്, ഡയലോഗും എല്ലാം പുള്ളി തന്നെ. ഒരു ഓവറോൾ പാക്കേജ് നല്ല അടിപൊളി വൃത്തിക്കുള്ള സ്ക്രിപ്റ്റ്. വൃത്തി എന്ന് പറയാൻ നല്ല എല്ലായിടത്തും ഏകീകരിച്ചുള്ള സ്ക്രിപ്റ്റ്. ഇതുപോലൊരു സിനിമയാകുമ്പോൾ സ്ക്രിപ്റ്റിന് വളരെ ഒരു പ്രാധാന്യമുണ്ട്. അത് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിക്ക് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അത് എൻഗേജ് ചെയ്യാനും നമ്മുടെ ഡയറക്ടർക്ക് ചിദംബരത്തിന് സാഹചര്യമുണ്ട്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സൗബിന്, ഷാൻ ആൻ്റണി, ബാബു തുടങ്ങിയവരൊക്കെ കൂടിയാണ്. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് സുശീൽ ശ്യാമാണ്. പുള്ളിയാണ് ഞാൻ പറഞ്ഞ മുമ്പത്തെ ഡയറക്ടർ. ഇതൊരു വേറെ തലത്തിലേക്ക് സിനിമ എത്തിക്കുമെന്ന് പറഞ്ഞ വ്യക്തി. അതുപോലെ തന്നെ ഷൈജു ഹിദായതാണ് സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ ചാലിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ സിനിമയുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസല്യൂഷനാണ്. ഇതിൻ്റെ റെസല്യൂഷൻ വളരെ ചെറിയ രീതിയിലാണ് എടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭയങ്കര ഡീപ്ലി സീൻസാണ് എടുക്കുന്നത്. അപ്പോൾ ഡീപ്ലി സീൻസ് എടുക്കുമ്പം കണ്ടമാനം വൈഡ് ആംഗിളിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കാണാനൊരു ഇതുണ്ടാവില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു റെസല്യൂഷൻ കുറച്ച് മൂവി എടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അത് ആദ്യം ഒരു 10 മിനിറ്റ് അരോചകമായിട്ട് തോന്നുള്ളൂ. പിന്നെ നമുക്കത് ഇതായിട്ട് പോയിക്കോളും. അത് സീനില്ല. എഡിറ്റർ വിവേക് ഹർഷൻ, ഓ എൻ്റെ പൊന്നു മച്ചാനെ, നിങ്ങളുടെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. ഒരു എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതാവും. ഒരു സീനുണ്ട്. മറ്റേ സൗബിനാണെങ്കിൽ പുള്ളിയെ രക്ഷിക്കുന്ന സമയത്ത് അയ്യോ അതിലെ ട്രാൻസാക്ഷൻ വേറെ ഒരു രക്ഷയില്ലായിരുന്നു. ട്രാൻസാക്ഷൻ ശരിയാ, ആ ഒരു പെട്ടെന്ന് നിങ്ങളെ കൊണ്ടുവന്നിട്ട് ബും എന്ന് പറയാൻ നമ്മളെ പേടിപ്പിക്കുന്ന സംഭവമാണ്. അത് അടിപൊളിയായിരുന്നു. പിന്നെ പറയാം, ഈ സിനിമയുടെ പോസിറ്റീവ് സൈഡ്സ് പറയാനാണെങ്കിൽ ഇതിലെ അഭിനയമാണ്. സൗബിൻ, ശ്രീനാഥ് ബാസി രണ്ടുപേരുടെയും കെമിസ്ട്രി നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത കെമിസ്ട്രി ആയിരുന്നു. അതുപോലെ തന്നെ ബാലു വർഗീസ് അത്യാവശ്യം കോമഡിയൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും ഇതായിരുന്നു. ഇത് ഒരു ടിപ്പിക്കൽ ഫ്രണ്ട്ഷിപ്പ് കഥയാണ് ഇത് പറയുന്നത്. അത് എല്ലാ രീതിയിലും നല്ല രീതിയിൽ അങ്ങോട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ റോള് ചെയ്യാനുള്ള ഒരു ഇത് സംവിധായകൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഗണപതിയൊക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ ദീപക്കിൻ്റെ കഥാപാത്രം അടിപൊളിയായിരുന്നു. ഒരു വൃത്തിയൊക്കെയുള്ള കഥാപാത്രം. പക്ഷെ വൃത്തി പോലും മറന്ന് കൂട്ടുകാരനെ വേണ്ടി കരഞ്ഞ് ചെളിയിൽ എഴുതുന്ന ഒരു പുള്ളി. ആ ട്രാൻസാക്ഷനൊക്കെ വളരെ ഗംഭീരമായിരുന്നു, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ എബ്രഹാം രാധാകൃഷ്ണൻ, പുള്ളിയും കൊള്ളായിരുന്നു. ജീൻ പോളാൽ ഒരു രക്ഷയില്ലായിരുന്നു. എല്ലായിടത്തും കാണുമല്ലോ, നമ്മളെയൊക്കെ ഇങ്ങനെ ഒരു കൂട്ടുകാരുണ്ടാവുമല്ലോ, എല്ലാം നടത്തി എടുക്കാൻ വേണ്ടി മുന്നിൽ നിന്നിട്ട് കലിപ്പൊക്കെ കാണിച്ച് എന്നാടാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നടത്തിയിട്ട് വലിച്ചിടുന്ന അങ്ങനത്തെ ഒരു കൂട്ടുകാരാണ് പുള്ളി. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഖാലിദ് റഹ്മാൻ, ഒരു രക്ഷയില്ല പുള്ളി. ഇങ്ങനെയാണ് ചുരുക്കി പറഞ്ഞ. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, സ്ക്രീൻ പ്ലേ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു വച്ചിരിക്കുന്നതും അടിപൊളിയാണ്. പിന്നെ കുറേ നല്ല ഇമോഷണൽ സീൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ആദ്യം ഒരു 10 മിനിറ്റ് ലാഗ് ഉണ്ടായെങ്കിൽ പോലും പിന്നെ അങ്ങോട്ട് സിനിമ അവർ ടൂർ പോയി കഴിയുമ്പോൾ സിനിമയുടെ ഗതി അങ്ങോട്ട് മാറുകയാണ്. പല ആൾക്കാർ ആ ടൈമിൽ ഫോണൊക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു
സിനിമയിലോട്ട് എൻഗേജ് ആയത് പലരും അറിയാതെ പലരുടെയും മുഖത്തൊക്കെ അടിച്ചിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞ ഒരു സന്ദർഭം ഉണ്ടായി ഇന്നലെ സിനിമയ്ക്ക്. അത്രയ്ക്ക് എൻഗേജിങ് ആയിരുന്നു സിനിമ, പറയാതിരിക്കാൻ വയ്യ. നല്ല രീതിയിൽ ഇമോഷണലായിട്ടും നല്ല അറ്റാച്ച്മെൻ്റ് ആയിട്ടുണ്ട് സിനിമ. നമ്മൾ ആ കാലഘട്ടത്തിലോട്ട് ഇറങ്ങി ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്. വേറെ ലെവൽ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ, നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് നമ്മുടെ ശ്രീനാഥ് ബാസി പറഞ്ഞപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഡേറ്റ് കൊടുത്ത് എന്തിനാണെന്ന് എനിക്ക് സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. നല്ല കഷ്ടപ്പെട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലുള്ള എനർജി എല്ലാവരും ചെയ്തിട്ടുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ഇതിനെ പറയാനുള്ളത്, ഇനി ആരൊക്കെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയ ഒറ്റ കാര്യമുള്ളൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റെസൊല്യൂഷൻ കേസാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായത്. അതുകൊണ്ട് അത് ഞാനൊരു നെഗറ്റീവായിട്ട് കാണുന്നില്ല, അത് ഇഗ്നോർ ചെയ്യുന്നു. ഇനി ഇത് ആരെന്നൊക്കെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓൾക്ക് കാണാൻ പറ്റിയ പാക്കേജാണ്. ഫാമിലിക്ക് വേണേൽ ഫാമിലി, യൂത്തിന് വേണേൽ യൂത്ത്, ആർക്കും കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. ഇതിൻ്റെ അവസാനത്തെ എൻ്റെ വെർഡിക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവി എന്താണോ ഒരു അടിപൊളി മൂവി തന്നെയാണ്. മൗത്ത് പബ്ലിസിറ്റിയോടെ എന്താണോ ഹിറ്റാന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ട് ടിക്കറ്റ് എടുത്ത് കാണുക, സിനിമയെ വിജയിപ്പിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, 1 ലൈഫ് 1 ഡ്രീം 1 ഫാഷൻ. താങ്ക് യു.